നാല് ചുവറുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒന്നല്ല ഒരു സ്ത്രീയുടെ ലോകം. കാലഘട്ടം മാറിയെങ്കിലും ഇന്നും പല വീടുകളിലും അവൾ അനുഭവിക്കുന്ന വാക്കുകൾക്ക് അപ്പുറമുള്ള വേദനകളാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ സഹിക്കണം, വിട്ടുവീഴ്ച ചെയ്യണം, കുട്ടികളെ ഓർത്ത് ക്ഷമിക്കണം. ഇവിടെ പെണ്ണായി ജനിച്ചവൾ കേൾക്കേണ്ടി വരുന്ന സ്ഥിരം ഉപദേശങ്ങളാണ്. എന്നാൽ ഇന്ന് അവൾ തിരിച്ചറിയുന്നുണ്ട്, പീഡനങ്ങളെ സഹിക്കുന്നത് ഒരു മഹത്വമല്ല, മറിച്ച് അനീതിക്ക് കൂട്ടി നിൽക്കലാണെന്നത്. പീഡനം എന്നത് വെറുമൊരു ശാരീരികമായ ഉപദ്രവങ്ങൾ മാത്രമല്ല, ദിവസേനയുള്ള മാനസികമായുള്ള തളർത്തലുകൾ, പരിഹാസങ്ങൾ, സ്വന്തം അവകാശങ്ങളെയും സ്വപ്നങ്ങളെയും ഇല്ലാതാക്കൽ എന്നതൊക്കെയാണ്. അവഗണന എന്നത് അവൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല. പലപ്പോഴും കുത്തുവാക്കുകൾ കേട്ട് അവളുടെ ഹൃദയം വെന്തുരുകാറുണ്ട്. ഇതൊക്കെ നിശബ്ദമായി സഹിക്കുന്നത് അവളുടെ നന്മ കൊണ്ട് മാത്രമല്ല, മറിച്ച് അവളുടെ നിവൃത്തികേടും കൂടിയാണ്. ഞാനല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇട്ടെറിഞ്ഞു പോയേനെ എന്ന് വിലപിക്കുന്ന വീട്ടമ്മമാരെ നമുക്ക് ചുറ്റു കാണാൻ കഴിയും. തീർച്ചയായും ഒരു പുരുഷന് അവന്റെ സ്ത്രീയുടെ പരിപൂർണമായ സുരക്ഷിതത്വം അവനക്ക് തന്നെയാണ്. എന്നാൽ അത് അവളെ അടിമയായി കണ്ടുകൊണ്ടാവരുത്. അവൾ അർഹിക്കുന്ന ബഹുമാനവും പരിഗണനയും നൽകിക്കൊണ്ടാവണം. അവളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയണം. അവന്റെ കുഞ്ഞിനെ 10 മാസം വയറ്റിൽ ചുമക്കുകയും കഠിനമായ പ്രസവ വേദനയ്ക്കൊടുവിൽ ജന്മം നൽകിയ ആ സ്ത്രീയോട് അവൻ കാണിക്കേണ്ട കാരുണ്യവും തീർത്താൽ തീരാത്ത കടപ്പാടും സമുദ്രം പോലെ അളക്കാൻ പറ്റാത്തത്രയുമാണ്. ഇതെല്ലാം ലഭിച്ചിട്ടും സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്വന്തം സുഖം മാത്രം തേടിപ്പോകുന്ന ചില സ്ത്രീകളെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. പരമാവധി സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന നമ്മുടെ ഇടയിലുള്ള ചില സഹോദരിമാരെ കുറിച്ചാണ്. എന്താ ശരിയല്ലേ? എന്നാലോചിച്ച് നോക്കിയേ.